ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക വഴിത്തിരിവായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവർ അന്വേഷണത്തിലെത്തുകയാണ്. കേസ് രേഖകൾ ഇഡിക്ക് കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടതോടെ കൊള്ളയിലെ കള്ളപ്പണ ഇടപാടുകളിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. ഇതിനിടെ അറസ്റ്റിലായ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ കുറ്റസമ്മത മൊഴിയും പുറത്തുവന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 1.5 കോടി രൂപ കൈമാറി. ലോകപാളികളിൽ ഉള്ളത് ശബരിമലയിലെ സ്വർണമാണെന്ന് തിരിച്ചറിഞ്ഞാണ് കൊള്ളയ്ക്ക് കൂട്ടുനിന്നതെന്നാണ് ബെല്ലാരിയിലെ റംദാം ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ മൊഴി. കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 1.5 കോടി രൂപ കൈമാറിയിട്ടുണ്ടെന്നും പിന്നീട് കുറ്റബോധം തോന്നിയെന്നുമാണ് ഗോവർദ്ധൻ പറയുന്നത്. 474 ഗ്രാം സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ കുറ്റബോധം തോന്നി. ഇതിന് പരിഹാരമായി ശബരിമലയിൽ അന്നദാനത്തിനും മാളികപ്പുറത്ത് മാല വാങ്ങാനുമായി 20 ലക്ഷം രൂപ നൽകിയാൽ മതിയെന്ന് പോറ്റി നിർദ്ദേശിച്ചതായി ഗോവർദ്ധൻ മൊഴി നൽകി. ഇതിൽ 10 ലക്ഷം രൂപ അന്നദാനത്തിനായി നൽകിയതിന്റെ തെളിവുകളും ഗോവർദ്ധൻ കൈമാറിയിട്ടുണ്ട്. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യലിനിടെയാണ് അറസ്റ്റിലായ ഗോവർദ്ധൻ പണം നൽകിയതിന്റെ തെളിവുകൾ ഹാജരാക്കിയത്. ശ്രീകോവിലിലെ സ്വർണം വേർതിരിച്ച ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനൊപ്പം ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ആസൂത്രിതമായി സ്വർണം തട്ടിയെടുക്കാൻ ഇവർ ഗൂഢാലോചന നടത്തി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി SIT കസ്റ്റഡിയിൽ ആകാൻ അപേക്ഷ നൽകും. കൊള്ളയടിച്ച സ്വർണം ആർക്കൊക്കെ കൈമാറി എന്നതിൽ വ്യക്തത വരുത്താൻ ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിനിടയിൽ ഇരുവരും ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കും. കേസിലെ മറ്റു പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. സ്വർണം വേർതിരിക്കാനും കടത്താനും ഒത്താശ ചെയ്തതിൽ ഇവർക്ക് പങ്കുണ്ടെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അന്വേഷണത്തിൽ പോലീസ് വിവേചനം കാണിക്കുന്നുണ്ട് എന്ന ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. A പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തെങ്കിലും മുൻ അംഗങ്ങളായ KP ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരിലേക്ക് അന്വേഷണം നീളാത്തത് എന്തുകൊണ്ട്? ഇതാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ ചോദിച്ചത്. അന്വേഷണത്തിന്റെ വിശ്വാസ്യത സംശയാസ്പദമാണെന്നും കോടതി കർശനമായി നിരീക്ഷിക്കുന്നുണ്ട്. ED രംഗത്തേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ കേസിന് പുതിയ മാനമാണ് കൈവരുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ സാമ്പത്തിക ഇടപാടുകൾ പുറത്തു വന്നതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം കോടതിയോടൊപ്പം ആരംഭിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട FIR, റിമാൻഡ് റിപ്പോർട്ടുകൾ, പ്രതികളുടെ മൊഴികൾ എന്നിവയുടെ പകർപ്പ് EDക്ക് കൈമാറാൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ജഡ്ജി CS മോഹിതയാണ് EDയുടെ ആവശ്യം അംഗീകരിച്ചത്. SITയുടെ സമാന്തര അന്വേഷണത്തെ ED തടസ്സപ്പെടുത്തരുതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി തള്ളുകയായിരുന്നു. ഇതോടെ കൊള്ളയിലെ അന്തർ സംസ്ഥാന സാമ്പത്തിക ഇടപാടുകൾ ED വിശദമായി പരിശോധിക്കും. ശബരിമലയിലെ കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ വരാനുണ്ട് എന്നാണ് കോടതി പറയുന്നത്. അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ജയകുമാർ ശബരിമലയിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ്? നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അല്ലെങ്കിൽ അംഗങ്ങളുമൊന്നും ശബരിമലയിൽ വരുന്നില്ല, പോലീസിന്റെ നിയന്ത്രണത്തിൽ മാത്രമാണ് ശബരിമല മുന്നോട്ട് പോകുന്നത്, പറഞ്ഞ അന്നദാനം ഇതുവരെ ഭക്തർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈശ്വര വിശ്വാസിയായ K ജയകുമാറിനെ പൊടുന്നനെ സർക്കാർ നിയമിച്ചതിന്റെ പിന്നിലെ കാരണം എന്താണ്? ഇതൊക്കെ കോടതി കൃത്യമായി അന്വേഷിക്കും. അതായത് ഹൈക്കോടതിയോടൊപ്പം ED കൂടി ചേരുമ്പോൾ സാമ്പത്തിക ക്രമക്കേടുകളുടെ ഒരു നീണ്ട പട്ടിക പുറത്തു വരേണ്ടതുണ്ട്. മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രൻ അടക്കം അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ അടക്കം ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. ശങ്കർദാസ്, വിജയകുമാർ എന്നിവരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് അമാന്തം കാണിച്ചു? പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പത്മകുമാർ കൂടെ ഉണ്ടായിരുന്നവരുടെ ഒക്കെ പേര് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവരെയൊന്നും അറസ്റ്റ് ചെയ്യാൻ കൃത്യമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ട്? അങ്ങനെ 1000 ചോദ്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട കോടതിയുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ ഇങ്ങനെ അന്താളിച്ചു നിൽക്കുകയാണ് SIT കരുതിയത് ഇവരെയൊക്കെ രക്ഷപ്പെടുത്താം, കേസ് അങ്ങ് തേജുമാഞ്ഞു പോകും. വാസു ഹൈക്കോടതിയിൽ സ്വർണം പൂശിയതിന് എന്താണ് തെളിവ്? ശബരിമലയിലെ സ്വർണം, അതായത് ഈ വിഗ്രഹപ്പാളികളും ദ്വാരപാല വിഗ്രഹങ്ങളും ഒക്കെ കൊണ്ടുപോയത് എങ്ങോട്ടാണ്? ഇപ്പോ ജയറാമിന്റെ വീട്ടിലൊക്കെ വെച്ച് പൂജിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ശബരിമലയിലെ വിഗ്രഹം അങ്ങനെ മറ്റു വീട്ടിലൊക്കെ കൊണ്ടുപോകാമോ എന്നൊക്കെയുള്ള ഒരു വലിയ ചോദ്യങ്ങൾ ഉണ്ട്. ഒരു സാധാരണക്കാരനെ ആയിരുന്നെങ്കിൽ ഇതുവരെ
വിളിപ്പിക്കാതെ ഇങ്ങനെയൊക്കെ SIT ഈ കാര്യങ്ങളൊക്കെ തള്ളിക്കളയുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം അവിടെ ഉണ്ടോ? ഇനി അതിന്റെ കാര്യത്തിൽ കൂടി കോടതി കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് ഭക്തരുടെ ആവശ്യം. കാരണം ഇത്രയൊക്കെ ശബരിമലയിൽ കൊള്ള നടത്താൻ, സാമ്പത്തികമായ ഇടപാടുകൾ നടത്താൻ, ശബരിമലയിലെ വിഗ്രഹപ്പാളികൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ, അതിൽ നിന്ന് സ്വർണം എടുക്കാൻ, എന്നിട്ട് ചെമ്പ് പൂശാൻ, ഇതൊക്കെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് നടക്കില്ല. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കൊള്ളയുമല്ല. അയ്യപ്പന്റെ പിതാവ് എന്ന് പറയുന്നത് തന്ത്രിയാണ്. ഇത് തന്ത്രിയൊക്കെ അറിയാതെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വ്യക്തമായി അറിയാതിരുന്നിട്ടും എന്തുകൊണ്ട് തന്ത്രിയെയും അല്ലെങ്കിൽ മന്ത്രിമാരെയും ഒന്നും പൂട്ടാൻ SIT ഒരുങ്ങുന്നില്ല എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. അപ്പോ SITയെ ആരൊക്കെയോ കെട്ടി വലിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കും. ഇത്രയൊക്കെ മതി അന്വേഷണം. ഇനി ഇത് കൂടുതൽ ശബരിമലയെ കുറിച്ച് കൂടുതൽ ഒന്നും അന്വേഷിക്കേണ്ട എന്നാണ് SITക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് കോടതി SITയെ പോലീസിനെയൊക്കെ രൂക്ഷമായി വിമർശിച്ചത്. നിങ്ങൾ ആദ്യം ശബരിമല കൊള്ളക്കാരെ പിടിച്ചുകൊണ്ടുപോവാ. നിങ്ങൾ ആരോടാണ് ഈ ഞഞ്ഞാവിഞ്ഞ വർത്താനം പറയുന്നത്? നിങ്ങൾ എന്താണ് കോടതിയെ കുറിച്ച് വിചാരിച്ചത്? നിങ്ങൾ പറയുന്ന കള്ളങ്ങളൊക്കെ കേട്ടങ്ങ് വിഴുങ്ങുന്ന ഒരു വ്യവസ്ഥയാണ് കോടതി എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? ഒരിക്കലും അങ്ങനെയല്ല. ഈ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അത് അയ്യപ്പനോട് കാണിക്കുന്ന നീതികേടായി പോവും. അതുകൊണ്ടാണ് ഈ പ്രതികൾക്കാർക്കും ജാമ്യം നൽകാത്തത്. കോടതിക്ക് പോലും അത്രത്തോളം വിശ്വാസമാണ് ശബരിമലയിൽ. എന്നിട്ടും ഈ SIT എന്ന് പറയുന്ന SIT വന്നപ്പോൾ തന്നെ തുടക്കത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. ഈ സർക്കാരിനെതിരെയൊക്കെ ഒരുപക്ഷെ CPM ആണ് 10 കൊല്ലം കൊണ്ട് ശബരിമലയിൽ ഭരിക്കുന്നതും ശബരിമല ദേവസ്വം ബോർഡിലെ മന്ത്രിമാരും അംഗങ്ങളൊക്കെ CPMന്റെ ആളുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവരെ പിടിക്കാൻ SITക്ക് കൈവിറക്കില്ലേ, മുട്ടവിറക്കില്ലേ എന്നൊക്കെയുള്ള ചോദ്യം ഞങ്ങൾ ആദ്യം മുതലേ ചോദിച്ചതാണ്. അപ്പോഴൊരു സമാധാനം എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഇത് കോടതിയുടെ അധീനതയിൽ അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശത്തിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് കോടതിയെ ധിക്കരിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷേ കോടതിക്ക് പോലും പുല്ലുവില, ഞങ്ങൾ കോടതി പറയുന്നതൊന്നും ഞങ്ങൾ കേൾക്കില്ല എന്നുള്ളതാണ് SIT കോടതിക്ക് വരെ മനസ്സിലാക്കി കൊടുത്തത്. അവിടെയാണ് കോടതി ചോദിച്ചത്, നിങ്ങളുടെ ഉമ്മാക്കിയൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി, ഗിമിക്കുകളൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട, ഇത് നിങ്ങളുടെ CPM സർക്കാർ അല്ല, ഇത് കോടതിയാണ്. ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് SITയോട് കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാനും രേഖകൾ EDക്ക് നൽകാനും പറഞ്ഞിട്ടുണ്ട്. രേഖകൾ നൽകുമ്പോൾ അതിൽ എന്തൊക്കെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട്, ആരെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. എന്തായാലും ശബരിമല വിഷയം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൃത്യമായി ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചെന്നിത്തല നൽകിയ മൊഴി എന്താണ്? ചെന്നിത്തല ഈ 500 കോടിയുടെ സാമ്പത്തിക ഇടപാട് നടന്നത് എങ്ങനെയാണ് എന്ന് ചെന്നിത്തലയ്ക്ക് മനസ്സിലായത് എങ്ങനെയാണ്? ഈ നേരത്തെ UDF സർക്കാർ ഇരുന്ന കാലത്താണ് സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടത് എന്തിന്റെ പേരിലാണ്? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ഇതിലുണ്ട്. ഇതിനൊക്കെയുള്ള ഉത്തരം ഒരുപക്ഷെ ED കണ്ടെത്തിയിരിക്കും. അപ്പോൾ SIT കയ്യും കെട്ടി ഓച്ചാനിച്ച് തല കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥയിൽ വരും. അന്ന് കോടതി കാണിച്ചു തരും.